ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായത്തിന് ഇനി ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് സർക്കാർ ഉത്തരവ്. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കുന്ന രോഗികൾ സർക്കാർ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി സമർപ്പിക്കുന്നത് ഇനി നടപ്പില്ല. മുമ്പ് ഈ നിയമമുണ്ടെങ്കിലും മാനുഷിക പരിഗണന വെച്ച് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. പുതിയതായി വീണ്ടും ഉത്തരവ് വന്നതോടെ ഇനി ഇത് നടപ്പില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായത്തിനായി സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് ഒപ്പമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശം സർക്കാർ പുറത്തിറക്കി. ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാവണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ചികിത്സയ്ക്ക് ചെലവഴിച്ച തുകയും തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ തുകയും വ്യക്തമായ പരിശോധനയ്ക്ക് ശേഷം രേഖപ്പെടുത്തണം. ഡോക്ടർമാർ അവരുടെ ചികിത്സാ വിഭാഗവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആണ് നൽകേണ്ടത്. തന്റെ ചികിത്സയിലുള്ള രോഗികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വന്നാൽ ചികിത്സാ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം മാത്രം നൽകണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളിൽ 5000 രൂപയ്ക്ക് മുകളിൽ ചികിത്സാ ചെലവായി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം ചികിത്സാ രേഖകൾ കൂടി രേഖപ്പെടുത്തണം. അപേക്ഷകൾക്ക് ഒപ്പമുള്ള സർട്ടിഫിക്കറ്റിൽ ഇക്കാര്യങ്ങൾ കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവർ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. മുമ്പ് സ്വകാര്യ ആശുപത്രികളിലും മറ്റാശുപത്രികളിലും ചികിത്സ തേടിയ ശേഷം സമീപമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെത്തി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുമായിരുന്നു. രോഗികളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് രേഖകൾ പരിശോധിച്ച് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇനി ഇത് നടപ്പില്ല. ഏത് ആശുപത്രിയിലാണോ, അവിടെ ഏത് ഡോക്ടറുടെ കീഴിലാണോ ചികിത്സ തേടിയത് അവർ തന്നെ നൽകുന്ന സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ഇനി സാമ്പത്തിക സഹായം ലഭിക്കുകയുള്ളൂ. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.